ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. ഇന്ത്യ സിംബാബ്വെ പരമ്പരയിലെ മൂന്നാമത്തെ മത്സരമാണ് ഇന്ന് കഴിഞ്ഞത്. ആകെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യയും സിംബാബ്വെയും ഓരോ മത്സരങ്ങൾ വിജയിച്ച് സമനിലയിലായിരുന്നു. എന്നാൽ ഇന്നത്തെ പരമ്പര ഇന്ത്യ സിംബാബ്വെയെ തോൽപ്പിച്ചതോടുകൂടി 2-1 ഇന്ത്യ മുന്നിലാണ്. അടുത്ത മത്സരത്തിൽ കൂടി ഇന്ത്യക്ക് വിജയം സാധ്യമായാൽ ഈ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എന്നാൽ സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പരമ്പര വളരെ നിർണായകമാകും. ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗില്ലും ജയ്സ്വലും കൂടിയാണ് ഓപ്പണിങ്ങിന് ഇറങ്ങിയത്. ഇരുവരും ചേർന്ന് നല്ല ഒരു പാർട്ണർഷിപ്പ് ഇന്ത്യക്ക് വേണ്ടി പടുത്തുയർത്താൻ സാധിച്ചു. 27 പന്തുകളിൽ നിന്ന് 36 റൺസാണ് ജയ്സ്വൽ നേടിയത്. 2 സിക്സും 4 ഫോറും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ്. ബി റാസയുടെ പന്തിൽ ബെന്നറ്റ് ക്യാച്ചെടുത്താണ് ജയ്സ്വൽ പുറത്തായത്. എന്നാൽ ഗില്ലാകട്ടെ 49 പന്തുകളിൽ നിന്ന് 66 റൺസാണ് നേടിയത്. 3 സിക്സും 7 ഫോറുമായിരുന്നു ഗില്ലിൻ്റെ സംഭാവന. മുസർബാണിയാണ് ഗില്ലിനെ പുറത്താക്കിയത്. തുടർന്നിറങ്ങിയ അഭിഷേക് ശർമ്മയാകട്ടെ 9 പന്തുകളിൽ നിന്ന് 10 റൺസ് മാത്രം എടുത്ത് പുറത്തായി. ഗെയ്ക്വാഡ് 28 പന്തുകളിൽ 49 റൺസ് നേടി. മുസർബാനിയാണ് ഗെയ്ക്വാഡിനെ പുറത്താക്കിയത്. 3 സിക്സുകളും 4 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ഗെയ്ക്വാഡിൻ്റെ ഇന്നിങ്സ്. തുടർന്നിറങ്ങിയ സഞ്ജു സാംസൺ 7 പന്തുകളിൽ 12 റൺസ് നേടി പുറത്താകാതെ നിന്നു. റിങ്കു സിംഗ് 1 പന്തിൽ 1 റൺസാണ് നേടിയത്. അങ്ങനെ 20 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എന്ന സ്കോറിലായിരുന്നു ഇന്ത്യ. സിംബാബ്വെയുടെ ബൗളിംഗ് നോക്കുകയാണ് എങ്കിൽ അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസയ്ക്കും അതുപോലെ തന്നെ മുസർബാനിക്കും മാത്രമാണ് ഈ 2 വിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചത്. 183 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സിംബാബ്വെക്ക് അവരുടെ ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. വെസ്ലിയും മറുമണിയും ആണ് ഓപ്പണിംഗ് ഇറങ്ങിയത്. എന്നാൽ വെസ്ലി ആവേശ് ഖാൻ്റെ പന്തിൽ ഔട്ടാവുകയായിരുന്നു. 2 പന്തുകളിൽ 1 റൺസ് മാത്രമാണ് വെസ്ലിക്ക് നേടാൻ കഴിഞ്ഞത്. മറുമണി 10 പന്തുകളിൽ 13 റൺസാണ് നേടിയത്. 3 ഫോറുകൾ ഉള്ള ഇന്നിങ്സ് ആയിരുന്നു. ഖലീൽ അഹമ്മദിനായിരുന്നു വിക്കറ്റ്. തുടർന്ന് വന്ന ബെന്നറ്റ് ആകട്ടെ 5 പന്തുകളിൽ നിന്ന് 4 റൺസ് മാത്രം എടുത്ത് പുറത്തായി. അതും ആവേശ് ഖാൻ തന്നെയാണ് അത് വിക്കറ്റ് നേടിയത്. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ ഡി മേയേഴ്സ് ആകട്ടെ 49 പന്തുകളിൽ നിന്ന് 65 റൺസ് നേടി പുറത്താകാതെ നിന്നു. 1 സിക്സും 7 ഫോറും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ്. അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ 16 പന്തുകളിൽ 15 റൺസാണ് നേടിയത്. വാഷിംഗ്ടൺ സുന്ദറാണ് ശിഖർ റാസയുടെ വിക്കറ്റ് എടുത്തത്. ജെ ചാമ്പൽ 2 പന്തുകളിൽ നിന്ന് 1 റൺസാണ് നേടിയത്. സി മണ്ടാൻഡെ ആവട്ടെ 26 പന്തുകളിൽ 37 റൺസാണ് നേടിയത്. 2 സിക്സും 2 ഫോറുകളും അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു. വെല്ലിംഗ്സ്റ്റൺ 10 പന്തുകളിൽ നിന്ന് 18 റൺസ് നേടി പുറത്താകാതെ നിന്നു. 1 സിക്സും 1 ഫോറും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ്. നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുക്കാനേ സിംബാബ്വെയ്ക്ക് സാധിച്ചുള്ളൂ. അങ്ങനെ ഇന്ത്യ സിംബാബ്വെ 23 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ബൗളിംഗ് നോക്കുകയാണ് എങ്കിൽ ഇന്ത്യയുടെ ബൗളിംഗ് എത്രത്തോളം ശക്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് ബൗളേഴ്സ് എന്ന് പറയാനായിട്ട് 3 പേരാണ് മെയിൻലി ഉള്ളത്. ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ, രവി ബിഷ്ണോയ്. മുകേഷ് കുമാറിനെ ഇന്ന് കളിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പ്ലെയർ തന്നെയാണ്. എന്നാൽ അഭിഷേക് ശർമ്മയും ശിവൻ ദുബൈയും ഈ 2 ഓവറുകൾ എറിഞ്ഞുവെങ്കിലും വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് കൊടുക്കുകയും ചെയ്തു. ഖലീൽ അഹമ്മദ് 15 റൺസ് കൊടുത്തപ്പോൾ ആവേശ് ഖാൻ 39 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് നേടിയിരുന്നു. ബിഷ്ണോയ് 37 റൺസാണ് കൊടുത്തത്, വിക്കറ്റൊന്നും നേടിയില്ല. എന്നാൽ വാഷിംഗ്ടൺ സുന്ദർ ആകട്ടെ 4 ഓവറുകളിൽ 15 റൺസ് കൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകൾ നേടി. അഭിഷേക് ശർമ്മയ്ക്കും ശിവൻ ദുബൈക്കും വിക്കറ്റൊന്നും ലഭിച്ചില്ല. അങ്ങനെ മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 23 റൺസിന് പരാജയപ്പെടുത്തി. എന്നാൽ ഇന്ത്യയുടെ ബൗളിംഗ് കുറച്ചുകൂടി ശക്തമാകേണ്ടിയിരിക്കുന്നു. ദുബൈക്ക് പകരം മുകേഷ് കുമാറിനെയോ ഹാർഷിത് റാണയോ ഇറക്കുകയാണ് എങ്കിൽ ഇന്ത്യയുടെ ടീം കുറച്ചുകൂടി സ്ട്രോങ് ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. 4ാമത്തെ മത്സരം സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായതുകൊണ്ട് തന്നെ
അവരുടെ ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ താളം കണ്ടെത്താൻ സാധിച്ചാൽ ഇന്ത്യയുടെ കാര്യം കുറച്ചുകൂടി പരുങ്ങലിലാകും. അതുകൊണ്ട് മാറ്റങ്ങൾ ടീമിൽ ഇനിയും പ്രതീക്ഷിക്കാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.